ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മാമ്പഴക്കാലം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ മഴക്കാലം തുടങ്ങി. അപ്പോൾ വീട്ടുപറമ്പിലുണ്ടായ ഒരു 4 മാങ്ങയെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഈ 4 ഇനം മാങ്ങയുടെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. വീട്ടിൽ മാവിൻ്റെ തൈ വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മാവ് നോക്കാം. ഈ ഇനത്തിൻ്റെ പേര് തോത്താപ്പുരി. ഏതാണ്ട് 5-6 വർഷം പ്രായമുള്ള ഒരു മാവായത്. ഈ പ്രാവശ്യം ആദ്യമായിട്ട് നിറയെ പൂത്തു ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ് ഈ മാങ്ങയ്ക്ക്. ഒരു പക്ഷി തത്തേൻ്റെ ഒക്കെ ഒരു ചുണ്ട് പോലെയുള്ള ഒരു ഷേപ്പ്. അതുകൊണ്ടായിരിക്കും തോത്താപ്പുരി എന്നുള്ള പേര് വന്നത്. പിന്നെ ഇതിന് ബംഗളോറ എന്നുള്ള പേരും വേറെയും പല പേരുകളും ഉണ്ട്. ഇതിന് കൊലയായിട്ട് തന്നെ ഉണ്ടാവും, കൂടുതലെണ്ണം ഉണ്ടാവും കൊലയിൽ. കൊലകുത്തി കായ്ക്കുക എന്ന് പറയുന്നത് കറക്റ്റാണ് ഇതിന്. കാരണം ഇത് തന്നെ ഇപ്പം നിലത്ത് കുത്തിയതായിരുന്നു. ഞാനത് കൊമ്പ് മുകളിലോട്ട് വലിച്ചു കെട്ടിയിട്ട് അതിനെ പൊക്കി വെച്ചതാണ്. മാവ് കൃഷി ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു മാവാണിത്. കേരളത്തിൽ നന്നായി ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട്, മുതലമടയിലൊക്കെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ മാവ് പൂത്തു കഴിഞ്ഞാൽ മൂപ്പെത്താൻ ഒരു 4 മാസം കഴിയുന്നുണ്ട്. കാരണം അതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും. ഏതാണ്ട് ഒരു ആവറേജ് 1/2 കിലോയിലധികം വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 4 മാസം എടുക്കുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഈ മാങ്ങ മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ഇത്ര ലേറ്റായത്. ഈ മാങ്ങയൊക്കെ മാവിൻ്റെ മുകളിൽ തന്നെ മൂത്ത് പഴുക്കണം, എന്നാലാണ് മാങ്ങയ്ക്ക് ശരിയായിട്ടുള്ള ഗുണം കിട്ടുക. പച്ചയായാലും പഴുത്താലും ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലാണ് ഇതിന്. പിന്നെ മധുരം, അമിതമായിട്ടുള്ള മധുരമില്ല, എന്നാലും കൊള്ളാം, നല്ലൊരു മാങ്ങയാണ്. പിന്നെ കായ്ച്ച ശല്യം അത് കുറച്ച് കുറവാണ് ഇതിന് എന്ന് തോന്നിയിട്ടുണ്ട്. ഇത് ഈ മാവിലുണ്ടായ ഏറ്റവും വലിയ മാങ്ങയായത്. അതിൻ്റെ വെയിറ്റാണിത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമായി കൃഷി ചെയ്ത് തുടങ്ങിയ ഒരു മാവിനമാണ് ഈ അൽഫോൺസ. രത്നഗിരി അൽഫോൺസ എന്ന് പറയും. ഹാപ്പൂസ് എന്നും പറയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല മാങ്ങകളുടെ കൂട്ടത്തിൽ 10ൽ ഒരു സ്ഥാനം നേടിയിട്ടുള്ള ഇനമാണ് ഈ അൽഫോൺസ. ഇന്ത്യയിലെ ഏറ്റവും നല്ല മാങ്ങയായിട്ടും ഇതറിയപ്പെടുന്നു. അധികം വലിപ്പം വെക്കാത്തൊരു പ്രകൃതമാണിത്. ഏതാണ്ട് ഒരു 200-250 ഗ്രാം അത്രയും ഉണ്ടാവും വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഒരു 3 മാസം കൊണ്ട് ഇത് മൂത്ത് പഴുക്കും. ഉൾവശം നല്ല ഓറഞ്ച് കളറായിരിക്കും പഴുത്ത് കഴിഞ്ഞാൽ. പിന്നെ നല്ല സ്മെല്ല്, നാരില്ലാത്ത നല്ല മധുരമുള്ള ഒരിനം. കായ്ച്ച ശല്യമുള്ള മാങ്ങയാണിത്. അതുകൊണ്ട് മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം.
മൂന്നാമതായി ഈ മാങ്ങ നോക്കാം. ഇത് മൾഗോവ. തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മാങ്ങയാണിത്. നല്ല വെയിറ്റുള്ള ഇനമാണ്. കൊലയിൽ 1-2 മാത്രമേ ഉണ്ടാവും. കൂടുതലും ഒരു കൊലയിൽ ഒരു മാങ്ങ ഉണ്ടാവും. ഇത് 4 മാസം തന്നെ എടുക്കും ഇതിന് മൂത്ത് വരാൻ വേണ്ടി. ഏതാണ്ട് 700-800 ഗ്രാം വരെ ഒക്കെ വെയിറ്റ് വരും. കായ്ച്ച ശല്യം ബാധിക്കുന്ന ഒരു ഇനമാണിത്. നല്ല മധുരമുള്ള മാങ്ങയാണിത്. പഴുത്ത് കഴിഞ്ഞാൽ ഉൾവശം ഒരു മഞ്ഞ കളറാണ്. നാരില്ലാത്ത കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഒരു ടൈപ്പ്. ഇത് 4ാമത്തെ ഇനം. ഇതിൻ്റെ പേര് നാസിക് പസന്ത്. സാധാരണയായിട്ട് 2 പ്രാവശ്യം പൂക്കുന്ന കാണുന്നുണ്ട്. ഒന്ന് നവംബറിൽ, പിന്നെ മാർച്ചിൽ. അതുകൊണ്ട് ദീർഘമായൊരു കാലഘട്ടം ഇതിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ കിട്ടിക്കൊണ്ടിരിക്കും. ജൂൺ ജൂലൈയിലൊക്കെ മാങ്ങ ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ. പക്ഷേ മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം കറുത്തു പോകും. വെയിറ്റ് ഒരു സാധാരണ 400-500 ഗ്രാം വെയിറ്റ് ഉണ്ടാവും. നല്ല മധുരമുള്ളൊരു ടൈപ്പാണ്. ഉള്ളിൽ മഞ്ഞ കളറാണ് പഴുത്ത് കഴിഞ്ഞാൽ. മോശമില്ലാത്തൊരു ഫ്ലേവറുമാണ്. പിന്നെ കായ്ച്ച ശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.